കോള നിലങ്ങളിലെ ഉപ്പുവെള്ളം കയറാതിരിക്കാനായി ഏനാമാക്കല് ഇടിയഞ്ചിറ റെഗുലേറ്ററുകളുടെ നിർമ്മാണം അടിയന്തിരമായി നടത്തണമെന്ന് കേരള കർഷക സംഘം ഏരിയ സ്പെഷ്യൽ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കർഷക സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുരളി പെരുന്നെല്ലി എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് കെ.പി. ആലി അധ്യക്ഷനായി. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി.വി. ഹരിദാസന്, സി.പി. ഏരിയ സെക്രട്ടറി സി.കെ. വിജയന്, കർഷക സംഘം ഏരിയ സെക്രട്ടറി വി.എം. സുർജിത്, എ.കെ. ഹുസൈന്, ലതി വേണുഗോപാല്, ശ്രീകുമാര് വാഗ, ജിയോ ഫോക്സ്, കെ. രാഗേഷ്, ഓമന അശോകന്, പി.കെ. പ്രസാദ് സംസാരിച്ചു. ഭാരവാഹികളായി എ.കെ. ഹുസൈന്, വി.എൻ. സുർജിത്, കെ. രാഗേഷ് എന്നിവരെ തിരഞ്ഞെടുത്തു. ഇതൊക്കെ ഈ പ്രക്ഷോഭങ്ങളിൽ കൂടിയൊക്കെ തുറന്നു കാട്ടപ്പെടുന്നതാണ്. നരേന്ദ്രമോദിയുടെ വികൃതമായ മുഖമാണ്, കർഷകദ്രോഹ മുഖമാണ്, കോർപ്പറേറ്റ് അനുകൂലം ആ മുഖമാണ്, ആ ദാസ്യഭാവത്തിന്റെ മുഖമാണ് അതിലൊക്കെ നമ്മൾ തുറന്നു കാണിക്കപ്പെടുന്നത്. അതൊക്കെ തെരഞ്ഞെടുപ്പിൽ നല്ലപോലെ അപ്പൊ മോദി ഭരണകൂടം പൊതുവെ ഇത്തരം സമരങ്ങൾ അടിച്ചമർത്തിയിരിക്കുന്നത്. ഡൽഹിയിൽ നടന്ന സമരം എന്താണ്? ഹരിയാനയിൽ നിന്ന്, പഞ്ചാബിൽ നിന്ന്, നാസിക്കിൽ നിന്ന് വരുന്ന സമരം പോലെ തന്നെ ഇവിടേക്ക് കൃഷിക്കാരുടെ കുത്തൊഴുക്കാണ് ഹൈവേയിൽ കൂടി. ആ സമരത്തെ അടിച്ചമർത്താൻ ചെയ്യുന്നത് ആ റോഡ് ഹൈവേ ആകെ പൊളിക്കുകയാണ്. കൂറ്റൻ ഭീമുകള് കൊണ്ടിട്ടായിട്ട് മുന്നിൽ വിടുകയാണ്. വാഹനങ്ങൾ കിടക്കാൻ, ട്രാക്ടറുകൾ, മറ്റു വാഹനങ്ങൾ ഡൽഹി ലക്ഷ്യം വെച്ച് പോകുമ്പോൾ ആ സമരങ്ങൾ അടിച്ചമർത്തി 350 ദിവസം നീണ്ടു നിന്ന ആ സമരം അവസാനത്തെ 700 കർഷകരാണ് ആ സമരത്തിൽ മരണം